ഹലോ ടീം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് 2 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നിനെ ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്ലിക്കേഷനിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഇത് കാണുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് APIനെ ഫെച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമ്മുടെ കോഡിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഏറ്റവും താഴെ കൊണ്ടുവന്നിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് ബ്ലോക്ക് ആഡ് ചെയ്യാണ്. ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ get products. ഓക്കെ, അപ്പം ഈ ഗെറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ചെയ്യേണ്ട എന്താണ്, APIനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെച്ച് എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റിലെ ഫെച്ച് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ യൂസിങ് ദ ഫെച്ച് API എന്നുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ developer.mozilla.org ഡോക്യുമെൻറ്റേഷൻ കിട്ടും. അതിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ സിൻടാക്സ്. നമുക്ക് await ഫെച്ച് URL കൊടുക്കുക, റെസ്പോൺസ് കിട്ടും. response.json വിളിച്ചു കഴിഞ്ഞാൽ ഡാറ്റ കിട്ടും. വളരെ സിമ്പിളാണ്. പക്ഷേ ഈ ഫംഗ്ഷൻ അസിങ്ക് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഈ ഫംഗ്ഷനെ കൊണ്ടുവന്നുകൊണ്ട് അസിങ്ക് ആക്കിയിട്ട് മാറ്റി. എന്നിട്ട് ഞാനിവിടെ കോൺസ്റ്റ് റെസ്പോൺസ് ഈക്വൽ ടു await ഓഫ് ഫെച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ URL കൊടുക്കണം. നമ്മൾ കൊടുക്കേണ്ട URL നമുക്ക് FaceStore.API.com ഈ URL ആണ്. ഞാനതിനെ കോപ്പി ചെയ്തെടുത്തു. നമുക്ക് റെസ്പോൺസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഡാറ്റയാണ്. ഞാൻ കോൺസ്റ്റ് products equal to await of response.json. അപ്പോൾ നമുക്ക് ഡാറ്റയും കിട്ടി. ഇത് കിട്ടിയോ ഇല്ല എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് console.log ഞാൻ ഇതിനെ പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പ്രോഡക്ട്സ് എന്നുള്ളത് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ. അതിനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഗെറ്റ് പ്രോഡക്ട്സ് എന്നുള്ളതിനെ ഞാൻ കോൾ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ UI നോക്കിക്കഴിഞ്ഞാൽ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എടുത്തുകൊണ്ട് ഞാൻ കൺസോൾ എടുത്ത് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 20 പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് array of 20 പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്, പ്രോഡക്ട്സ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതിനെ പ്രോഡക്റ്റിനെ കാണിക്കണം. അപ്പോൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ലൂപ്പ് ചെയ്യണം. ഈ പ്രോഡക്ട്സിലൂടെ ലൂപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കാണിക്കണം. എന്നിട്ട് ഓരോ ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഇതിൽ 20 പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിൽ ഓരോ പ്രോഡക്റ്റിൻ്റെ റെക്കോർഡിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു ഡിവ് റിപ്പീറ്റ് ചെയ്യണം. ഈ ഒരു ഡിവിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഇമേജ് URL ഡിഫറെൻ്റ് ആയിരിക്കണം, ഈ ടൈറ്റിൽ ഡിഫറെൻ്റ് ആയിരിക്കണം, ഡിസ്ക്രിപ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം, പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈസും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിനി ചെയ്യേണ്ടത് അരയിൽ പ്രോഡക്റ്റ് കിട്ടി, നമുക്കിനി അതിനെ ലൂപ്പ് ചെയ്യണം. ഓക്കെ, ലൂപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോർ ലൂപ്പ് ഉണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർ ഇൻ എന്ന് പറയുന്ന ലൂപ്പ് ഉണ്ട്. ഒരു അരേ ഓഫ് ഒബ്ജക്റ്റിനെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഇൻ എന്ന് പറയുന്ന ലൂപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ വന്നിട്ട് ഇതിനെ ഫോർ ഇൻ പ്രോഡക്ട്സ്, പി എന്ന് പറഞ്ഞ പേരിലാണുള്ളത്. പി എന്നോ പ്രൊഡക്റ്റ് എന്നൊക്കെ വിളിക്കാം. പി എന്നുള്ള പേരിൽ നമ്മൾ വിളിച്ചു. ഇനി ഇത് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് console.log of p എന്നുള്ളത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഇൻഡിവിജ്വലി ഓരോരോ പ്രോഡക്റ്റിനെ നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടത് ഇന്നല്ല, ഓഫാണ്. അതിൽ പി ഓഫ് പ്രോഡക്ട്സ്, കാരണം നമുക്ക് അരയാണുള്ളത്. അപ്പം അരയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പി ഓഫ് പ്രോഡക്റ്റ് കൊടുക്കാം. നമുക്കിവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻഡിവിജ്വലി ഓരോരോ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ പാർട്ട് ഓക്കെയാണ്. ഇനി നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് വേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിവിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനത്തെ ഒരു ഡിവിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഈ ഒരു ഡിവിൻ്റെ സ്ട്രക്ചറിനെ ഞാൻ കോപ്പി ചെയ്യാണ് ഇവിടെ നിന്ന്. ഞാനിവിടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്, ഒരു നോർമൽ ഫംഗ്ഷൻ ക്രിയേറ്റ് പ്രോഡക്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ഡിവ് ആക്കിയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് പ്രോഡക്റ്റ് കാർഡ് എന്നുള്ള ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഇതിനെ റിട്ടേൺ ചെയ്തു. പക്ഷേ
നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ സ്ട്രിങ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ കീബോർഡിലുള്ള ടാബ് കീൻ്റെ തൊട്ട് മേലുള്ളൊരു സിംഗിൾ കോട്ട്സിൻ്റെ പോലത്തെ ഒരു ബട്ടൺ ഉണ്ട്, ഒരു ലെറ്റർ ഉണ്ട്, അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ ഉപയോഗിച്ചു. ഇനി എനിക്ക് ഇവിടെ വേണ്ട എന്താണ്, എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്നുള്ള ഇമേജ് URL ഉപയോഗിക്കേണ്ടത്. അപ്പം ഇങ്ങനെ എനിക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതേപോലെ സിൻടാക്സ് ഉപയോഗിക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ക്യാരക്ടർ ഉപയോഗിച്ചത്. സിംഗിൾ കോട്ട്സിന് പകരം ഇതിനെ ഉപയോഗിക്കാനുള്ള കാരണം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വേണ്ടത് ഇൻഡിവിജ്വലി ഓരോ പ്രോഡക്റ്റിലും ഇമേജ് URL ഫീൽഡിൻ്റെ പേര് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇമേജ് എന്നുള്ള പേരിലാണ് ഉള്ളത്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് p.image ആണ്. ഓക്കെ, ഇനി ഈ ടൈറ്റിലിൻ്റെ സ്ഥലത്ത് എനിക്ക് വേണ്ടത്, നമുക്ക് പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ $p.title, ഡിസ്ക്രിപ്ഷൻ്റെ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് വേണ്ടത് p.description എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ തന്നെ ഫീൽഡ് തന്നെയുള്ളത് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഗോ സംവെയർ എന്നുള്ളത് ഞാൻ ആഡ് ടു കാർട്ട് എന്നുള്ളതാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, ഒരു പ്രോഡക്റ്റിൻ്റെ കാർഡ്, ഒരു പ്രോഡക്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കാർഡ് കിട്ടാനുള്ളത്, അതിനെ സ്ട്രിങ് ആക്കിയിട്ട് കിട്ടാനുള്ളത് ഈ ഒരു ഫംഗ്ഷന് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഈ ലൂപ്പിൽ നിന്ന് ഈ ഫംഗ്ഷനെ വിളിച്ചു കൊണ്ട് അതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെ ഇത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, പ്രോഡക്റ്റ് ലിസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ലിസ്റ്റ് div എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടെയ്നർ എന്നുള്ളൊരു പേര് കൊടുക്കണം. പ്രോഡക്റ്റ് ലിസ്റ്റ് കണ്ടെയ്നർ ഈക്വൽ ടു, ഞാൻ empty string വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇവിടെ ഈ ഒരു ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ ക്രിയേറ്റ് പ്രോഡക്റ്റ് കാർഡ് ഓഫ് എന്നിട്ട് ഞാൻ പീനെ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പ്രോഡക്റ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിവിനെ ഒരു സ്ട്രിങ് രീതിയിലാക്കിയിട്ട് എനിക്ക് റിട്ടേൺ ചെയ്തു തരും. അപ്പോൾ അതിന് ഞാനിവിടെ കോൺസ്റ്റ് പ്രോഡക്റ്റ് കണ്ടെയ്നർ എന്നുള്ള പേരിൽ ഞാൻ അതിനെ വാങ്ങിച്ചു. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണ്, നോക്കി എനിക്ക് അറിയാൻ പറ്റും സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ അത് കിട്ടി. എന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് ഞാൻ അതിനെ അപ്പൻഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് കണ്ടെയ്നർ ഈക്വൽ ടു പ്രോഡക്റ്റ് ലിസ്റ്റ് കണ്ടെയ്നർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സിംഗിൾ പ്രോഡക്റ്റിൻ്റെ കണ്ടെയ്നറിനെ ഞാൻ അതിലേക്ക് കോൺകാറ്റിനേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കോഡ് കഴിയുമ്പോഴേക്കും, ഈ ലൂപ്പ് കഴിയുമ്പോഴേക്കും എല്ലാ പ്രോഡക്റ്റിനെയും കാണിക്കാനുള്ള കോഡ് ഇതിലുണ്ടാവും, കംപ്ലീറ്റ് കോഡ് ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് console.log_off എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പ്രോഡക്റ്റ് ലിസ്റ്റ് കണ്ടെയ്നർ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എനിക്കറിയാം ഓരോ പ്രോഡക്റ്റിനും, ഇത് ഫസ്റ്റ് പ്രോഡക്റ്റിന്, അത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോഡക്റ്റിന്, ഓരോ പ്രോഡക്റ്റിന് ഇതുപോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു ക്ലാസിൻ്റെ ഈ ഒരു ഡിവിൻ്റെ ഉള്ളിലെ ഇവിടെ ഇത് സ്റ്റാറ്റിക്കായിട്ട് നമ്മൾ കൊടുത്തത് നമുക്കിനി വേണ്ട, ഇവിടെ ഡൈനാമിക്കായിട്ട് കയറി വരണം. ഇതിവിടെ ഡൈനാമിക്കായിട്ട് കയറി വരണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇതിനൊരു ID കൊടുക്കുകയാണ്. ID ഈക്വൽ ടു ഞാൻ പ്രോഡക്ട്സ് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് പേര് നിങ്ങൾക്ക് കൊടുക്കാം, പ്രോഡക്റ്റ് ലിസ്റ്റ് കണ്ടെയ്നറോ പ്രോഡക്റ്റ് കണ്ടെയ്നറോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ പ്രോഡക്ട്സ് കണ്ടെയ്നർ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്, ഒരു ID കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആ ID വെച്ചിട്ടുള്ള എലമെൻറ്റിന് നമുക്കറിയാം ഗെറ്റ് എലമെൻറ്റ് ബൈ ID വെച്ചിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ട് കോൺസ്റ്റ് പ്രോഡക്റ്റ് കണ്ടെയ്നർ ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, ഞാൻ ID പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ആ കണ്ടെയ്നർ, ആ ഡിവിനെ കിട്ടി. ഇനി നമുക്ക് കണ്ടെയ്നർ ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വേരിയബിളിന് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. എന്തായി, നമുക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് ഈ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ്ലി, പിന്നെ ചിലത് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ചിലത് കുറച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവർ ജസ്റ്റ് ടൈറ്റിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ അവിടെ പ്രൈസ് കൊടുക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ പേജിൽ ശരിക്കും നമുക്ക് ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഡിസ്ക്രിപ്ഷന് പകരം ഞാനിവിടെ പ്രൈസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു, റുപ്പീസിൻ്റെ സിമ്പലിന് വേണ്ടി. എന്നിട്ട് ഞാനിവിടെ റുപ്പീസ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് നമുക്ക് ഏത് ഫീൽഡിലാണ് കിട്ടുന്നത്, പ്രൈസ് എന്ന പേരിലുള്ളൊരു ഫീൽഡിലാണ്. അപ്പോൾ ഞാനിവിടെ പ്രൈസ് എന്നുള്ളത് കൊടുക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 64,109. ഇങ്ങനെ നമുക്ക് ഓരോ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടെ വളരെ ടച്ച് എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചെറിയൊരു മാർജിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സിംഗിൾ പ്രോഡക്റ്റിൻ്റെ ഓരോ പ്രോഡക്റ്റിനും നമുക്ക് മാർജിൻ കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ MX2 കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ MY2 കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെയും കൂടെ ഒരു സ്പേസിങ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഡക്ട്സിൻ്റെ പേജ്, നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള പേജ് API ഡാറ്റ വിളിച്ചിട്ട് പ്രോപ്പറായിട്ട് കാണിക്കുന്ന രീതിയിൽ ഒരു പേജ് നമുക്ക് ക്രിയേറ്റ് ആയി. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളാണ്. ആദ്യം നമ്മളൊരു സ്റ്റാറ്റിക്കുള്ള കണ്ടന്റ് ഉള്ളത് നമ്മൾ ചെയ്ത് നോക്കി, വർക്കിംഗ് ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു API വിളിക്കാനുള്ള കോഡ് ഫെച്ച് വെച്ചിട്ട് നമ്മൾ ഡാറ്റനെ വിളിച്ചിട്ട് കണ്ടന്റ് എല്ലാം എടുത്തു. എന്നിട്ട് ഈ ഡാറ്റനെ നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പ്രോഡക്റ്റിനെ നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡിവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ ഡൈനാമിക് ആക്കേണ്ട സ്ഥലത്ത് മാത്രം ഡൈനാമിക് ആക്കിയിട്ട് കൊടുത്തു, ബാക്കിയുള്ളത് എക്സാക്ട്ലി അതുപോലെ തന്നെ ഞാൻ കീപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ലൂപ്പ് ചെയ്തിട്ട് പ്രോഡക്റ്റിൻ്റെ ഒബ്ജക്റ്റ് അതിലേക്ക് പാസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിവിനെ സ്ട്രിങ് ആയിട്ട് എനിക്ക് ഇവിടെ ഞാൻ എടുത്ത് വെച്ചു. എന്നിട്ട് എല്ലാം കൂടെ ഞാൻ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഒറ്റ ഒന്നാക്കിയിട്ട് മാറ്റി. ഫൈനലി ഞാൻ ആ ഡോക്യുമെൻറ്റിൻ്റെ ഇന്നർ HTML ആ ഡിവിൻ്റെ പാരന്റ് ഡിവിൻ്റെ, ഇവിടെ നമ്മൾ പാരന്റ് ഡിവ് ആയിട്ടുള്ളത് ഏതാണ്, ഇതാണ്, ഈ റോ കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഇന്നർ HTML റീപ്ലേസ് ചെയ്തു. അപ്പോൾ ആ പുതിയ പുതിയ കണ്ടന്റ് അങ്ങോട്ട് വന്നു. ഓക്കെ.